തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ 13-കാരിക്കായി ഇപ്പോഴും കാണാമറയത്ത് കന്യാകുമാരിയിലെത്തിയതിന് വ്യക്തമായ തെളിവില്ല. റെയിൽവേ സ്റ്റേഷനിലെ CCTV പരിശോധനയിൽ തസ്മിത് തംസം എത്തിയ സൂചനകളില്ല. കുട്ടിയെ കണ്ടെന്ന ഓട്ടോ ഡ്രൈവറുടെ മൊഴി പോലീസ് പൂർണ്ണ വിശ്വാസത്തിൽ എടുത്തിട്ടുമില്ല. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ, ഓട്ടോ സ്റ്റാൻഡ് എന്നിവിടങ്ങളിലും പരിശോധന നടത്തുന്നുണ്ട്. തന്നെ ബന്ധപ്പെട്ടിട്ടില്ലെന്ന് പെൺകുട്ടിയുടെ സഹോദരൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. വിവരങ്ങൾ നൽകാൻ കന്യാകുമാരിയിൽ നിന്ന് സാന്ത്വന സാജു ചേരുന്നു. സാന്ത്വന, ഏറ്റവും ഒടുവിലായി നമുക്ക് ഉറപ്പിക്കാവുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഈ കുട്ടി കന്യാകുമാരിയിൽ രാവിലെ 5:30 എത്തി എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിലായി ലഭിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഇക്കാര്യത്തിലുള്ള സ്ഥിരീകരണത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ ഇപ്പോൾ? നൗഫൽ, ഈ 13 വയസ്സുകാരിയായ പെൺകുട്ടിയെ കഴക്കൂട്ടത്ത് നിന്നും കാണാതായിട്ട് ഇപ്പോൾ 27 മണിക്കൂർ പിന്നിടുകയാണ്. വളരെ ആശങ്കയുടെ മണിക്കൂറുകൾ തന്നെയാണ് നമ്മൾ ഇപ്പോഴും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നൗഫൽ ചോദിച്ചതുപോലെ തന്നെ ഏറ്റവും അവസാനമായി വന്ന ഒരു വിവരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട ഏറ്റവും അവസാനമായി വന്ന ഒരു വിവരം എന്ന് പറയുന്നത്, ഈ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷന് പുറത്ത് ഈ കുട്ടിയെ കണ്ടു എന്നുള്ള ഒരു വിവരം തന്നെയാണ്. രാവിലെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അത്തരത്തിലൊരു വിവരം പോലീസിന് കൈമാറിയത്. 5 മണിക്കും 5:30ക്കും ഇടയ്ക്ക് ഈ കുട്ടിയെ റെയിൽവേ സ്റ്റേഷന് പുറത്ത് കണ്ടു. ട്രെയിനിൽ വന്നിറങ്ങിയ ശേഷം പുറത്തേക്ക് വന്നതാകാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് മാത്രവുമല്ല, അവിടെ നിന്നും ഈ ബീച്ചിന്റെ സൈഡിലേക്കുള്ള ചർച്ച് റോഡിൽ കൂടി ആ കുട്ടി പോകുന്നത് കണ്ടു എന്നും അദ്ദേഹം പോലീസിനോട് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഈ കുട്ടിയെക്കുറിച്ച് അവസാനമായി ലഭിച്ച ഒരു വാർത്ത എന്ന് പറയുന്നത് അത് തന്നെയായിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇവിടെ എല്ലാം തന്നെ അന്വേഷണം നടത്തി. പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷനകത്ത് വന്നിറങ്ങിയ ഒരു കുട്ടിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, പുറത്തേക്ക് റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് ഇദ്ദേഹം ഈ കുട്ടിയെ കണ്ടു എന്നും പോലീസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ റെയിൽവേ സ്റ്റേഷനുള്ളിൽ നിന്നും പുറത്തേക്ക് വന്ന ഒരു കുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും 16ഓളം CCTV ക്യാമറകൾ ഈ റെയിൽവേ സ്റ്റേഷനുള്ളിൽ തന്നെയുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ക്യാമറയിൽ ഈ കുട്ടി പതിയാതിരിക്കില്ല എന്ന പോലീസിന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ ഒരു കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലുള്ള എല്ലാ ക്യാമറകളുടെയും CCTV ക്യാമറകളും ഇതിനോടകം തന്നെ പോലീസ് പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് ഒരു 6 മണിക്കൂറായിട്ട് തിരുവനന്തപുരത്ത് നിന്നെത്തിയ, കേരളത്തിൽ നിന്നെത്തിയ 4-അംഗ സംഘം ഇവിടെ പരിശോധന നടത്തുകയാണ്. ഏറ്റവും പ്രധാനമായി ഈ CCTV ദൃശ്യങ്ങൾ തന്നെയാണ് അവർ പരിശോധിച്ചു വരുന്നത്. ഈ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷന് തൊട്ട് സൈഡിലായി തന്നെ ഒരു CCTV കൺട്രോൾ റൂമുണ്ട്. അവിടെ എല്ലാ ക്യാമറകളുടെയും, ഇവിടെ ഏതാണ്ട് 16ഓളം ക്യാമറകളാണ് ഉള്ളതെന്നാണ് പോലീസുകാർ നേരത്തെ നമ്മളോട് വ്യക്തമാക്കിയത്. ആ എല്ലാ ക്യാമറകളുടെയും വിഷ്വൽസ് ഇതിനോടകം തന്നെ ഒരു വട്ടം പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ദൃശ്യങ്ങളിലൊന്നും തന്നെ നിലവിൽ കുട്ടിയെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളത് വളരെ വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് നൗഫൽ. അത് മാത്രമല്ല, ഓട്ടോ ഡ്രൈവർ കുട്ടിയെ കണ്ടു എന്ന് പറയുന്ന സ്പോട്ട് കൃത്യമായി സ്വന്തന, ഈ ഓട്ടോ ഡ്രൈവർ കുട്ടിയെ കണ്ടു എന്ന് പറയുന്ന സ്പോട്ട് വളരെ കൃത്യമായി പോലീസിന് മനസ്സിലായിട്ടുണ്ടോ? അവിടെ കേന്ദ്രീകരിച്ച് തന്നെയാണോ ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്? നൗഫൽ, ഈ ഓട്ടോ ഡ്രൈവർ പറയുന്നത് പ്രകാരമാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ കുട്ടി ഇറങ്ങി വന്നപ്പോൾ ഈ ഓട്ടോ ഡ്രൈവർ ഈ കുട്ടിയോട് ചോദിക്കുന്നു, എവിടെയെങ്കിലും കൊണ്ടാക്കണമോ എന്ന് ഈ കുട്ടിയോട് ചോദിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ആ കുട്ടി അപ്പോൾ പറഞ്ഞു, ഒന്നും വേണ്ട, എവിടെയും കൊണ്ടാക്കണ്ട എന്ന് പറഞ്ഞതിന് ശേഷം നേരെ ചർച്ച് റോഡിലേക്ക് പോയി എന്നാണ് പറഞ്ഞത്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്നും ചർച്ച് റോഡിലേക്ക് പോകാൻ ഏതാണ്ട് ഒരു 10 മിനിറ്റ് ദൂരം നടക്കാനുള്ള ഒരു ദൂരം മാത്രമേ ഉള്ളൂ. അത് ബീച്ചിലേക്ക്, അതായത് കന്യാകുമാരി ബീച്ചിലേക്ക് ചെന്ന് ചേരുന്ന ഈ റോഡിനെയാണ് ചർച്ച് റോഡ് എന്ന് പറയുന്നത്. ഏതാണ്ട് ഒരു 10 മിനിറ്റ് നടന്നാൽ അവിടേക്ക് എത്താൻ കഴിയുന്ന ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പെൺകുട്ടി അങ്ങോട്ടേക്ക് നടന്നു പോകുന്നത് കണ്ടു എന്നാണ് ഇദ്ദേഹം പോലീസിനോട് വ്യക്തമാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരിസരത്തോട്ട് എവിടെയെങ്കിലും, ഈ പറഞ്ഞതുപോലെ കുട്ടി രാവിലെ ട്രെയിനിൽ വന്നിറങ്ങിയ ശേഷം ഈ പരിസരത്തോട്ട്, ഈ ബീച്ചിന്റെ പരിസരത്തോട്ട് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്നറിയാനുള്ള എല്ലാവിധ അന്വേഷണങ്ങളും പോലീസിനോട് ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി കേരളത്തിൽ നിന്നെത്തിയ സംഘം ഈ കുട്ടിയുടെ ഫോട്ടോകൾ ഈ പരിസരത്തുള്ള ആളുകളെ കാണിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് അവിടെ കട നടത്തുന്ന, അവിടെ നിരവധി കടകളൊക്കെ തന്നെയുമുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ കടകളുണ്ട്, അതുപോലെ തന്നെ വഴിയോര കടകളൊക്കെയുമുണ്ട്. അപ്പോൾ ഈ കടകളിലും മറ്റ് അവിടെ നിൽക്കുന്ന ആളുകളെയും ഒക്കെ തന്നെയും ഈ കുട്ടിയുടെ ഫോട്ടോ കാണിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു കുട്ടി ഈ പ്രദേശത്ത് എവിടെയെങ്കിലും വന്നതായി കണ്ടിരുന്നോ, അല്ലെങ്കിൽ അത്തരത്തിൽ സംശയം തോന്നുന്ന ആരെങ്കിലും ഇവിടെ എത്തിയിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇവർ അവിടെയുള്ള ആളുകളോട് ഓട്ടോ ഡ്രൈവറെ പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിൽ എടുക്കുന്നുണ്ടോ? കാരണം ഈ കുട്ടിക്ക് മലയാളമോ തമിഴോ അറിയില്ല. എന്നിട്ടും ഈ ഓട്ടോ ഡ്രൈവർക്ക് എങ്ങനെയാണ് ഈ കുട്ടിയുമായി സംസാരിക്കാൻ പറ്റിയത്? അത്തരത്തിൽ കൂടുതലായി പോലീസ് ഇദ്ദേഹത്തിന് മൊഴി എടുക്കുന്നുണ്ടോ?
അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ പോലീസ് ആദ്യ മണിക്കൂറിൽ മുഖവിലയ്ക്ക് എടുത്തിരുന്നത് തന്നെയാണ്. കാരണം ഇന്നലെ നമ്മൾ കണ്ടതാണ്, ഇന്നലെ വൈകുന്നേരം ഈ കുട്ടി തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കന്യാകുമാരിയിലേക്ക് വരുന്നു. ആ ട്രെയിനിൽ യാത്ര ചെയ്ത മറ്റൊരു സ്ത്രീ ഈ കുട്ടിയുടെ ഫോട്ടോ എടുത്ത് ഇന്ന് രാവിലെ പോലീസിന് നൽകുന്നു. അതുകൊണ്ട് തന്നെ ഈ കുട്ടി തിരുവനന്തപുരത്ത് നിന്നും കന്യാകുമാരിയിലേക്കാണ് വന്നത് എന്നുള്ള ഏതാണ്ട് ഒരു പ്രാഥമിക നിഗമനത്തിൽ ഇരുന്ന സമയത്താണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങോട്ടേക്ക് ഈ ഒരു അന്വേഷണം വ്യാപിപ്പിച്ച, ഈ കന്യാകുമാരി പ്രദേശത്തേക്ക് അല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച ഒരു അവസരത്തിലാണ് ഇന്ന് രാവിലെ മാധ്യമങ്ങളും അതുപോലെ തന്നെ ഈ 4 അംഗ സംഘ പോലീസ് ഉദ്യോഗസ്ഥരും ഇവിടെ എത്തിയപ്പോൾ ഇത്തരത്തിൽ ഇവിടുത്തെ കന്യാകുമാരിയിലെ RPF ഉദ്യോഗസ്ഥർ പറഞ്ഞത്, ഇന്ന് രാവിലെ ഇവിടെയുള്ള ആളുകളോട് സംസാരിച്ചപ്പോൾ അല്ലെങ്കിൽ ഇവിടെയുള്ള ആളുകളോട് ഇത്തരത്തിലൊരു കുട്ടിയെ കണ്ടിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഇവിടെയുള്ള ഒരു ഓട്ടോ ഡ്രൈവർ ഇങ്ങനെ കണ്ടിരുന്നു എന്ന് പറഞ്ഞത് എന്നാണ് അവർ ആദ്യം കേരളത്തിൽ നിന്നെത്തിയ പോലീസ് സംഘത്തോട് പറയുന്നത്. ആദ്യ മണിക്കൂറിൽ അത് വിശ്വസനീയമായി പോലീസിന് തോന്നിയിരുന്നില്ല. മാത്രവുമല്ല, പ്രത്യേകിച്ച് ഇവിടെ കുട്ടി ഉണ്ടാകാം എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസ് വന്നത്. രാവിലെ നമ്മൾ SCPയോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഇന്ന് വൈകുന്നേരം ആകുന്നതിന് മുമ്പ് തന്നെ കുട്ടിയെ വീട്ടിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന എല്ലാ ശുഭപ്രതീക്ഷകളോടും കൂടിയാണ് ഈ 4 അംഗ സംഘം കന്യാകുമാരിയിലേക്ക് പുറപ്പെടുന്നത് എന്നുള്ള വളരെ ആത്മവിശ്വാസത്തോടെയുള്ള ഒരു മറുപടിയായിരുന്നു അദ്ദേഹം നമുക്ക് നൽകിയത്. അപ്പോൾ അങ്ങനെ ഇവിടെ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചു വന്ന സാന്ത്വന, തിരിച്ചു വരാം താങ്കളിലേക്ക്.